സ്നേഹമുള്ളവരെ, 1 സാമുവൽ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് ഈ വീഡിയോയിൽ നാം പ്രതിപാദിക്കുന്നത്. ഹന്നായുടെ കീർത്തനം എന്ന ഭാഗത്തിൽ നിന്ന്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലോഗോസ് ക്വിസിനായി ഒരുങ്ങുന്ന കൂട്ടുകാർക്കായി ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. ചോദ്യോത്തര ഭാഗങ്ങളിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, 1 സാമുവൽ 2-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 36. ക്വസ്റ്റ്യൻ നമ്പർ 2, 2-ാം അധ്യായത്തിൻ്റെ എത്ര ശീർഷഭാഗങ്ങൾ ഉണ്ട്? ഉത്തരം 2. 1-ാം ഭാഗം ഹന്നായുടെ കീർത്തനം, 2-ാം ഭാഗം ഏലിയുടെ പുത്രന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 3, ഹന്നായുടെ കീർത്തനങ്ങൾ എത്ര വാക്യങ്ങളുണ്ട്? 1 മുതൽ 10 വരെ 11 കുറച്ചുകൂടിയുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 4, ഏലിയുടെ പുത്രന്മാരുടെ ശീർഷകം എത്ര വാക്യങ്ങളുണ്ട്? 12 മുതൽ 36 വരെ. ക്വസ്റ്റ്യൻ നമ്പർ 5, എന്താണ് കർത്താവിൽ ആനന്ദിക്കുന്നത്? ഉത്തരം ഹൃദയം. ക്വസ്റ്റ്യൻ നമ്പർ 6, എന്താണ് കർത്താവിൽ ഉയർന്നിരിക്കുന്നത്? ഉത്തരം ശിരസ്. ക്വസ്റ്റ്യൻ നമ്പർ 7, എൻ്റെ അധരം പരിഹസിക്കുന്നത് ആരെ? ഉത്തരം ശത്രുക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 8, ഞാൻ അവിടത്തെ എന്തിൽ ആനന്ദിക്കുന്നു? ഉത്തരം രക്ഷയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 9, ഹന്ന കർത്താവിനെ വിശേഷിപ്പിക്കുന്നത് എന്ത്? ഉത്തരം പരിശുദ്ധൻ. ക്വസ്റ്റ്യൻ നമ്പർ 10, നമ്മുടെ ദൈവം എങ്ങനെയുള്ള ആശ്രയമാണ്? ഉത്തരം സുസ്ഥിരമായ ആശ്രയം. ക്വസ്റ്റ്യൻ നമ്പർ 11, സുസ്ഥിരമായ ആശ്രയം എന്ന് ഹന്ന പറയുന്നത് ആരെ? ഉത്തരം നമ്മുടെ ദൈവത്തെ. ക്വസ്റ്റ്യൻ നമ്പർ 12, എങ്ങനെ മേലിൽ സംസാരിക്കരുത് എന്നാണ് ഹന്ന പറയുന്നത്? ഉത്തരം അഹന്തയോടെ. ക്വസ്റ്റ്യൻ നമ്പർ 13, നിന്റെ നാവിൽ നിന്നും എന്ത് പുറപ്പെടാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്? ഗർവ് പുറപ്പെടാതിരിക്കട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 14, നിന്റെ നാവിൽ നിന്നും ഗർവ് പുറപ്പെടരുത്, കാരണം എന്ത്? ഉത്തരം കർത്താവ് സർവജ്ഞനായ ദൈവമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15, സർവജ്ഞനായ ദൈവം എന്താണ് വിലയിരുത്തുന്നത്? ഉത്തരം പ്രവൃത്തികളെ. ക്വസ്റ്റ്യൻ നമ്പർ 16, വീരന്മാരുടെ എന്താണ് തകരുന്നത്? ഉത്തരം വില്ലുകൾ. ക്വസ്റ്റ്യൻ നമ്പർ 17, ആരാണ് ശക്തി പ്രാപിക്കുന്നത്? ഉത്തരം ബലഹീനർ. ക്വസ്റ്റ്യൻ നമ്പർ 18, ആരാണ് ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നത്? ഉത്തരം സുഭിക്ഷം അനുഭവിച്ചിരുന്നവർ. ക്വസ്റ്റ്യൻ നമ്പർ 19, ആരാണ് സംതൃപ്തി അടയുന്നത്? ഉത്തരം വിശപ്പ് അനുഭവിച്ചിരുന്നവർ. ക്വസ്റ്റ്യൻ നമ്പർ 20, ആരാണ് 7 പ്രസവിക്കുന്നത്? ഉത്തരം വന്ധ്യ. ക്വസ്റ്റ്യൻ നമ്പർ 21, നിരാലംബരാകുന്നത് ആര്? ഉത്തരം സന്താന സമ്പത്തുള്ളവൾ. ക്വസ്റ്റ്യൻ നമ്പർ 22, ആരാണ് ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത്? ഉത്തരം കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 23, കർത്താവ് എവിടേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നു? ഉത്തരം പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 24, ദരിദ്രനും ധനികനും ആക്കുന്നത് ആര്? ഉത്തരം കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 25, താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ, ആര്? ഉത്തരം കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 26, ദരിദ്രനെ കർത്താവ് എന്തിൽ നിന്നും ഉയർത്തുന്നു? ഉത്തരം ധൂളിയിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 27, ആരെയാണ് കുപ്പയിൽ നിന്നും സമുദ്ധരിക്കുന്നത്? ഉത്തരം അഗതിയെ. ക്വസ്റ്റ്യൻ നമ്പർ 28, അഗതിയെ എവിടെ നിന്നാണ് സമുദ്ധരിക്കുന്നത്? ഉത്തരം കുപ്പയിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 29, അഗതിയെ ആരോടൊപ്പമാണ് ഇരുത്തുന്നത്? ഉത്തരം പ്രഭുക്കന്മാരോടൊപ്പം. ക്വസ്റ്റ്യൻ നമ്പർ 30, ആരെയാണ് ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശികളാക്കുന്നത്? ഉത്തരം അഗതിയെ. ക്വസ്റ്റ്യൻ നമ്പർ 31, ഭൂമിയുടെ എന്ത് കർത്താവിൻ്റെതാണ് എന്നാണ് പറയുന്നത്? ഉത്തരം
അടിത്തൂണുകൾ. ക്വസ്റ്റ്യൻ നമ്പർ 32, എവിടെയാണ് കർത്താവ് ലോകത്തെ ഉറപ്പിച്ചിരിക്കുന്നത്? ഉത്തരം ഭൂമിയുടെ അടിത്തൂണുകളിൽ. ക്വസ്റ്റ്യൻ നമ്പർ 33, ആരെയാണ് കർത്താവ് കാക്കുന്നത്? ഉത്തരം തൻ്റെ വിശ്വസ്തരുടെ പാദങ്ങളെ. ക്വസ്റ്റ്യൻ നമ്പർ 34, ആരാണ് അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നത്? ഉത്തരം ദുഷ്ടന്മാർ. ക്വസ്റ്റ്യൻ നമ്പർ 35, എന്തിൽ ആരും പ്രബലനാകുന്നില്ല എന്നാണ് 2:9 പറയുന്നത്? ഉത്തരം ശക്തിയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 36, ആരെയാണ് കർത്താവ് ഛിന്ന ഭിന്നമാക്കുന്നത്? ഉത്തരം പ്രതിയോഗികളെ. ക്വസ്റ്റ്യൻ നമ്പർ 37, കർത്താവ് പ്രതിയോഗികളെ എന്തു ചെയ്യുന്നു? ഉത്തരം ഛിന്ന ഭിന്നമാക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 38, ആർക്കെതിരെ എവിടെയാണ് ഇടിമുഴക്കുന്നത്? ഉത്തരം പ്രതിയോഗികൾക്കെതിരെ ആകാശത്തിൽ നിന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 39, ഭൂമിയെ മുഴുവൻ വിധിക്കുന്നത് ആര്? ഉത്തരം കർത്താവ്. ക്വസ്റ്റ്യൻ നമ്പർ 40, ആർക്കാണ് അവിടുന്ന് ശക്തി കൊടുക്കുന്നത്? ഉത്തരം തൻ്റെ രാജാവിന്. ക്വസ്റ്റ്യൻ നമ്പർ 41, ആരുടെ ശിരസ് ഉയരുമാറാക്കുമെന്നാണ് ഹന്ന പറയുന്നത്? ഉത്തരം തൻ്റെ അഭിഷക്തന്റെ. ക്വസ്റ്റ്യൻ നമ്പർ 42, എങ്ങോട്ടാണ് എൽക്കാന മടങ്ങിയത്? ഉത്തരം റാമായിലുള്ള തൻ്റെ ഭവനത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 43, ബാലനായ സാമുവൽ ആരുടെ സാന്നിധ്യത്തിലാണ് ശുശ്രൂഷ ചെയ്തത്? ഉത്തരം പുരോഹിതനായ ഏലിയുടെ. ക്വസ്റ്റ്യൻ നമ്പർ 44, പുരോഹിതനായ ഏലിയുടെ കൂടെ ആരാണ് ശുശ്രൂഷ ചെയ്തത്? ഉത്തരം ബാലനായ സാമുവൽ. ക്വസ്റ്റ്യൻ നമ്പർ 45, പുരോഹിതനായ ഏലിയുടെ കൂടെ ബാലനായ സാമുവൽ ആർക്കാണ് ശുശ്രൂഷ ചെയ്തത്? ഉത്തരം കർത്താവിന്. നന്ദി, നമസ്കാരം.